ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് പെട്ടെന്നൊരു ബോധോദയമൊക്കെ ഉദിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പഠിക്കാനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് 2025 കൂടുതലും ഫോഴ്സിൻ്റെ എക്സാംസ് ആണ് വരാനായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സിലബസ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയായിരുന്നേ. അതിനുശേഷം ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് മാത്സ് 10 മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനായിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 60 മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ GK പഠിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു സബ്ജക്റ്റുകൾക്ക് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് 2024 ജനുവരി 1 ടു 2024 ഡിസംബർ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2025 ജനുവരി സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഫോണിൽ ടൈമറൊക്കെ ഓൺ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്. കറക്റ്റ് ഒരു 1 hour ആയപ്പോഴത്തേനും അമ്മ ഒരു പണിയായിട്ട് വന്നേ, പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ അത് അരിഞ്ഞ് നന്നായി കഴുകി പച്ചപ്പയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. 1 hourൽ ഒരു 6 പേജസൊക്കെ വായിച്ച് കാണേ. കാരണം ഞാൻ ജനുവരിയിൽ കറണ്ട് അഫയേഴ്സ് ഒരു 2 തവണയൊക്കെ വായിച്ചതാണ്. അപ്പോൾ കുറച്ച് സ്പീഡപ്പായിട്ട് പോകാമെന്ന് ഓർത്തു. കാരണം ഇനി ഒരുപാട് ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് പഠിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഒരുപാട് സമയമൊന്നും ഇല്ല, പെട്ടെന്ന് എക്സാംസൊക്കെ വരും. 2-3 മാസത്തിനകം എക്സാംസൊക്കെ വരും. അവസാനം കൊണ്ട് പഠിക്കാമെന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പയറുപ്പേരിയൊന്നും ഞാൻ കഴിച്ചില്ലേ, പകരം ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അതിലോട്ടായേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം മാത്സ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും സ്കൂട്ടികളൊക്കെ എടുത്ത് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പിന്നാലെ രുദ്രക്കുട്ടനും ഉണ്ടാവുകയും അവൻ്റെ സൈക്കിളൊക്കെ ഓടിപ്പോയി എടുത്ത് അതിനെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആകെ മൊത്തത്തിൽ നനഞ്ഞു. എന്തായാലും നനഞ്ഞതല്ലേ, എന്നാൽ പിന്നെ കുളിച്ച് കയറാമെന്ന് ഓർത്ത് ഒരു ഫേസ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി എടുക്കുക, പിന്നെ കുറച്ച് തേൻ ഒഴിച്ചു ഞാൻ, പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാനിതൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചിലതൊക്കെ നല്ല റിസൾട്ടായിരിക്കും, ചിലത് ഫ്ലോപ്പായിരിക്കും. ഈ ഒരു പാക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് ചായ കുടിക്കാനായിട്ട് പോയി. ഇന്ന് ചായക്ക് പപ്സും സോസും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലേസും കൂടെ കഴിച്ച് പെട്ടെന്ന് റെഡി ആയിട്ടോ. ഇന്ന് നമ്മൾ പാർക്കിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ചേച്ചിയുടെ കുഞ്ഞാണേത്, അവളുമായിട്ട് കുറച്ച് നേരം കളിച്ച് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു പാർക്കാണിത്, അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേനും ആരും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയിട്ടും തിരക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഓരോരുത്തരായി വന്ന് അവിടെ മൊത്തത്തിൽ നിറഞ്ഞു കേട്ടോ. പിന്നെ കുറേ കുട്ടികളും അവരുടെ വികൃതികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും സമയം പോയതേ അറിഞ്ഞില്ല. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Maybe until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope, probably never, ever, 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 ever gonna happen. Oh no. വന്നപ്പോൾ വലിയ ഉഷാറുണ്ടായിരുന്നില്ലെങ്കിലും കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര എനർജറ്റിക്കായി. അവിടെ സ്റ്റേജിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ കളിക്കുകയാണ്. പലപ്പോഴൊക്കെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അവർക്ക് നല്ല രീതിക്ക് കളിക്കാനും എനർജിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്കും മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ രുദ്രു അവിടെ നിന്ന് പിന്നെ തിരിച്ച് വരുന്നതേ ഇല്ല, അവൻ തിരിച്ച് അങ്ങോട്ട് പിന്നെയും കളിക്കാനായിട്ട് പോവാണ്. വരുമ്പോഴത്തേനും നല്ല ലൈറ്റ്സും
അതുപോലെ തന്നെ നല്ല തിരക്കൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സീ യു.